നീ എന്താണോ വിചാരിച്ചേ? കോഹ്ലിയുടെ കുടുംബം ഏതാന്ന് നിനക്കറിയാവോ? നീ എന്ത് കണ്ടിട്ടാ സംസാരിച്ചത്? അങ്ങനെ അറിയാം, നമുക്കറിയാം. ഡയറക്റ്റ് മെസ്സേജ് ടു യു. മാപ്പ് പറയണം. ഞങ്ങൾ നിയമത്തിൽ വിട്ടുകൊടുക്കില്ല. അവർ അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തൊട്ട് അടുത്തവന്റെ, എന്റെ കാര്യം മാത്രമല്ല, അടുത്തവന്റെ കുടുംബത്തിലെ കയറി കളിക്കാൻ. ആക്ടർ ബാല ആൻഡ് ബാലയുടെ ഭാര്യ കോകില, നിന്നെയൊക്കെ ഞാൻ അങ്ങോട്ട് ചെത്തിക്കളയും. ഈ ഒരു മൂഡില് കുറച്ചു മുമ്പ് നമ്മുടെ ബാലച്ചേട്ടൻ പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പുള്ളി പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ, ഞാൻ ഈ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഈ ഒരു ഫോട്ടോയുടെ കേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്തതെങ്കിലും ഞാൻ അപ്പോഴും ഈ ഫോട്ടോയെ പറ്റി കൂടുതൽ അങ്ങോട്ട് ഡീറ്റെയിൽ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം നമുക്ക് അറിയില്ല. കുറെ പേര് ഈ ഒരു ഫോട്ടോ എവിടുന്നൊക്കെയോ അപ്ലോഡായി പൊങ്ങി വന്ന സാധനമാണ്. അപ്പൊ ഈ ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ഇതിനകത്ത് ആ നടുക്കൊരു കൊച്ചു നിപ്പുണ്ടല്ലോ, നമ്മുടെ കോകില ചേച്ചിയാണ്. അപ്പൊ കോകില ചേച്ചി ബാലച്ചേട്ടന്റെ വീട്ടിൽ നിന്നിരുന്ന വേലക്കാരിയുടെ മോളാണെന്നോ അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെയാണ് കുറെ പേര് അടിച്ച് പൊക്കിക്കൊണ്ടിരുന്നത്. ഞാനപ്പോ രാവിലെ എന്റെ വീഡിയോയിൽ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അവിടെ ഇവിടെ കഥകൾ കേൾക്കുന്നതാണ്. ഈ ഫോട്ടോയുടെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നേരെ മറിച്ച് വേറൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ക്ലിപ്പിനെ പറ്റിയായിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അത് പോട്ടെ. അപ്പോ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കിടന്ന് കളിച്ച് അതിന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ എന്താണ് വേലക്കാരിയുടെ മകൾ എന്നൊക്കെ പറഞ്ഞ് ബാലച്ചേട്ടൻ ഇത് കയറി അങ്ങ് പൊട്ടി. നമ്മുടെ കോകില ചേച്ചിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബാലച്ചേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങളൊന്ന് കാണും, എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. പിന്നെ ബാലച്ചേട്ടന്റെ ദേഷ്യത്തിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ആദ്യമേ അതങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കലും പുള്ളിയെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് പേര് ഈ ഫോട്ടോ എവിടുന്ന് വന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഫോട്ടോയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു വേലക്കാരി പൊണ്ണ അതാ, അങ്ങനെ എന്തോ ഒരു സാധനം, വേലക്കാരി പൊണ്ണ അതാ മാമാ പൊണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഫോട്ടോ പൊങ്ങി വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ദേഷ്യം വരും. പുള്ളിക്കും ദേഷ്യം വന്നു. ഇനിയും ശരിക്കും പുള്ളിയുടെ മാമാ പൊണ്ണാണ് ഈ ഒരു ചേച്ചിയെങ്കിൽ പുള്ളിക്ക് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വന്നതിന്റെ പുറത്താണ് പുള്ളി ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും പബ്ലിക്കലി ഭീഷണിപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ബാലച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം. ആർക്കാണെങ്കിലും പൊട്ടും. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. കുറെ പേരൊന്നും കണ്ടു കാണാൻ ചാൻസ് ഇല്ല. ഇത് ഫേസ്ബുക്കിലാണ് വന്നിരിക്കുന്നത്, യൂട്യൂബിലൊന്നും ഇല്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. കോക്കിലൊക്കെ അപ്സെറ്റ് ആയിരുന്നു. എന്താണ് മീഡിയ ഒക്കെ എന്ത് പറ്റി? നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക, ഭയങ്കര വൈറലാവുന്നു. അടുത്തവന്റെ ഭാര്യയെ വേലക്കാരിനൊക്കെ വിളിക്കുവോ, സെർവൻറ്റിനൊക്കെ വിളിക്കുവോ? ഇതാണ് നിങ്ങളുടെ സംസ്കാരം. മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരിയുടെ മകനൊക്കെ വിളിക്കുവോ? എന്റെ മാമന്റെ പിന്നെ. അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് നമ്മ പറഞ്ഞാൽ എന്തായിരിക്കും? நான் சொல்றேன், சினிமாவை குறித்து സംസാരിക്കും, വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും, അഭിനയം കുറിച്ച് സംസാരിക്കും, ഒരു പടത്തിന്റെ റിലീസിനെ കുറിച്ച് സംസാരിക്കും. എങ്ങനെയാണ് ധൈര്യം വരുന്നത് നിങ്ങൾക്ക്? എന്റെ ഭാര്യ എന്നെ കണ്ണ് നിറഞ്ഞു. അടുത്തെന്റെ ഭാര്യയെ വേലക്കാരിയും ഒക്കെ വിളിക്കുവോ? ബാലച്ചേട്ടൻ ഈ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തവന്റെ ഭാര്യയെ കയറി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ, അതായത് വേലക്കാരിയാണെന്നുള്ളത്. അതല്ലാതെ ഇങ്ങനെ ഒരു ഫോട്ടോ കൊണ്ട് പൊങ്ങി വന്നതാണ്, അത് വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയില്ല, സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ സത്യം നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വിളിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ ബാലച്ചേട്ടൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ചേട്ടൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും പറ, ഒരു സിനിമയെ പറ്റി പറ, അങ്ങനെ പറ, ഇങ്ങനെ പറ എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. ചേട്ടനും ഇതൊക്കെ ബാധകമല്ലേ? ചേട്ടൻ എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയകളിൽ കയറിയിരുന്ന് ചേട്ടൻ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയൊക്കെ നമുക്കറിയാം. പഴയ ഭാര്യമാരെ പറ്റിയും മോളെ പറ്റിയും ഒക്കെ ചേട്ടൻ കയറിയിരുന്ന് ഈ കഥ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനൊന്നും തെറ്റായിട്ട് തോന്നിയിട്ടില്ലേ? അല്ല, എനിക്കറിയാൻ പാടില്ല. ചേട്ടനെ കൊണ്ടപ്പോഴത്തേക്ക് ചേട്ടന് മറ്റേ തിരിഞ്ഞു, നീ ഒന്നും അങ്ങനെ പറയരുത്, വീട്ടിൽ പ്രൈവസി മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ചേട്ടൻ തന്നെയാണേ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പിന്നെ താങ്കൾ ആർക്കൊക്കെയോ നല്ലത് ചെയ്തു കൊടുക്കുന്നു, അത് വന്നിരുന്ന് പറയുന്നു. ഇവിടെ താൻ എന്തിനാണ് ഇതൊക്കെ വന്നിരുന്ന് ഞങ്ങളോട് പറയുന്നത്? ഇതൊക്കെ എന്തിനാ ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന് ചാകര പോലെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു സിനിമ ഉണ്ടെങ്കിൽ
ആ സമയത്ത് വന്ന് സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ? നിങ്ങളതല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ വന്നിരുന്ന് എന്തൊക്കെയോ കഥകൾ, ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നു, ഡെയിലി നിങ്ങളുടെ വൈക്കത്തെ വീട്ടിലേക്ക് കൊച്ചിയിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഇതൊക്കെ എന്തിനാ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലിയ വലിയ ആളാവാൻ പോകുന്നത്? ആൻഡ് എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് വളരെ മാന്യമായിട്ട് ബാലച്ചേട്ടനോട് ചോദിക്കാനുള്ളത്, എന്റെ പൊന്ന് ബാലച്ചേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പൊക്കൂടെ? നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങളുടെ നാട്ടിലെ ആൾക്കാരെ നിങ്ങൾക്ക് ഒരുപാട് സഹായിച്ചൂടെ? ഞങ്ങളെ ഇവിടെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, ഇവിടെ ഒരുപാട് നടന്മാരുണ്ട്. അവര് ആരും അറിയാതെ ഒരുപാട് സഹായങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ചെയ്യുന്നുമുണ്ട്. ഞങ്ങൾക്ക് അവരൊക്കെ ചെയ്തോളും. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി അവിടെ ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കിടന്നിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതും പൊക്കിപ്പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വീണ്ടും അത് കാണിക്കുന്നില്ല. പുള്ളിയുടെ ഒരു സങ്കടം പറയുന്ന ഒരു വീഡിയോ ആണ് അത്. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ രീതിയിൽ തന്നെ പുള്ളിയോട് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ചില സംസാരങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല പൊന്നു ബാലച്ചേട്ടാ. ബാക്കി വീഡിയോ ആണ്. അങ്ങനൊക്കെ ഉണ്ടോ? റൂൾസ് ഇവിടെ ഉണ്ടോ? ഈ നാട്ടിൽ ഉണ്ടോ? പിന്നെ ഗോഖലെയുടെ അച്ഛൻ വിളിച്ചു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിലെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം, കാര്യങ്ങൾ, നല്ല പ്രവർത്തനം, ഇവിടെ മലയാളീസ് വേണ്ടിയും വൈക്കത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഇരിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമില്ല, എന്തു വേണമെങ്കിലും പറയും. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും, അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും? നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലേ? അവർ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, രാഷ്ട്രീയക്കാരന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ്. പൊളിറ്റിക്സിന് ഞങ്ങൾ കൊടുക്കില്ല, അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. ഇത് കൊടുത്തവൻ മാപ്പ് പറയണം, മാപ്പ് പറയണം. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ സംസാരിക്കും? ശരി, ഒരുത്തൻ സംസാരിച്ചു, அதை എടുത്തിട്ട് എല്ലാവരും കൂടെ ന്യൂസ് ഇടുക. ഞങ്ങൾക്ക് ഫോൺ കാൽ വരില്ലേ? ഇങ്ങോട്ട് ഫോൺ കാൽ വരില്ലേ? ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത്, എതുവുമേ ഞാനല്ല തുടങ്ങി വെച്ചത്. ആദ്യം അത് മനസ്സിലാക്കുക. ആക്ഷൻ ഇസ് ഡിഫറെന്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെന്റ്. നിങ്ങൾ തുടങ്ങി വെക്കുക, എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുക. ഒരു മര്യാദ വേണം. സർവ്വനന്ദി. നീ എന്താണോ വിചാരിച്ചേ? കോഹ്ലിയുടെ കുടുംബം ഏതാന്ന് നിനക്കറിയാവോ? നീ എന്ത് കണ്ടിട്ടാ സംസാരിച്ചത്? അങ്ങനെ അറിയാം, നമുക്കറിയാം. ഡയറക്റ്റ് മെസ്സേജ് ടു യു, ഡയറക്റ്റ് മെസ്സേജ് ടു യു. മാപ്പ് പറയണം. ഞങ്ങൾ നിയമത്തിൽ വിട്ടുകൊടുക്കില്ല. അവർ അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തൊട്ട് അടുത്തവന്റെ, എന്റെ കാര്യം മാത്രമല്ല, അടുത്തവന്റെ കുടുംബത്തിൽ കയറി കളിക്കാം. ഡയറക്റ്റ് വാർണിംഗ് കേട്ടല്ല. അത്രേ ഉള്ളു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അവസാനം മറ്റേ കൈയൊക്കെ കെട്ടി ഒരു കറുത്ത ടീഷർട്ട് ഇട്ടൊരു ചേട്ടൻ വരുന്നുണ്ടല്ലോ, ഗുണ്ടാ ചേട്ടൻ വല്ലതും ആണോ? എന്താണെങ്കിലും ലൈക്ക് പുള്ളിയുടെ ഒരു സങ്കടം നമുക്ക് മനസ്സിലാകണം, അതെല്ലാവരും മനസ്സിലാക്കണം. പുള്ളിക്ക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. കാരണം അതുപോലെ എല്ലാവരും എടുത്തിട്ട് കുടഞ്ഞു. പിന്നെ ബാലച്ചേട്ടൻ പറയുന്ന കണക്ക് നമ്മൾ തുടങ്ങി വെക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ അങ്ങ് വിടുക. നമ്മൾ ആരും അല്ല തുടങ്ങി വെക്കുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് തുടങ്ങി വെക്കാറുള്ളത്. നിങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ സംസാരിക്കാനും ചെല്ലരുതെന്നുള്ളൊരു കാര്യം. നമ്മൾ ആരും ഒരു പരിധിയിൽ കൂടുതൽ ചെല്ലാറില്ല. നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വരുന്നതിന്റെ കാര്യം നിങ്ങളാണ് തുടങ്ങി വെക്കുന്നത്. നിങ്ങളാണ് മറ്റുള്ളവരെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഡൈവോഴ്സ് ആയി, വേറെ കല്യാണം കഴിച്ചു, അതിനിടയ്ക്ക് വേറൊരാളുമായിട്ട് പോകുന്നു, ഇതൊക്കെ നിങ്ങൾ പൊക്കോളൂ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഓരോ ഇന്റർവ്യൂകളിൽ വന്നിരുന്ന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾ കുറ്റം പറയുമ്പോഴാണ് അതും പൊക്കിപ്പിടിച്ച് നമ്മളെ കുറെ പേര് ഇവിടെ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോഴത്തെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു കാര്യത്തില്. പക്ഷെ ഇപ്പോഴും നടന്ന ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ബാലയുടെ സൈഡിൽ തന്നെയാണ് ശരി. നമുക്കൊരു പരിധിയിൽ കൂടുതൽ പുള്ളിയെ തെറി പറയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോ എവിടുന്നോ പൊങ്ങി വന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് സത്യാവസ്ഥ അറിയാതെ കുറെ പേർ, ഞാൻ കണ്ടിരുന്നു, ഞാൻ വേറെ 1-2 വീഡിയോ കണ്ടിരുന്നു. ഞാൻ ഒരു വ്യക്തിയുടെ തംബ്നെയിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴും അതിരിപ്പുണ്ട്. പക്ഷെ ഞാനത് കാണിക്കുന്നില്ല, വെറുതെ പുള്ളിയെ കൊലയ്ക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചേനെ. സത്യം പറഞ്ഞാൽ ലിറ്ററലി നമ്മളും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളും ഒക്കെ ഈ തംബ്നെയിൽസിലും മിസ്ലീഡിങ് കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു മാന്യത കാണും അതിനകത്ത്. വൾഗറാക്കി ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇത് ഭയങ്കര വൾഗറായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ചേട്ടൻ വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടു. ആ ചേട്ടൻ വീഡിയോ മുക്കി എന്തായാലും അത് നമ്മൾ അറിഞ്ഞു, അത് പോട്ടെ. പക്ഷെ അയാളുടെ തംബ്നെയിൽ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. കാരണം എഴുതി വെക്കുന്നത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ഫോട്ടോ
ഈ ഒരു വിഷയത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ചില സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ എടുത്തു വെച്ചിട്ട്, അതും ഇച്ചിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചാൽ എന്നാ വെച്ചോ, വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫേസ് എങ്കിലും, ഇതിനകത്തൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ, അപ്പൊ അവരുടെ ഫേസ് ഒന്ന് ബ്ലർ ചെയ്യുവോ, എന്തെങ്കിലും ചെയ്യുക. ഇതൊന്നുമില്ല, അതേപോലെയൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരുപാട് പേര് ആ വീഡിയോ കാണാൻ സാധ്യത കുറവാണ്. എന്നാലും ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ മാത്രമല്ല, കുറച്ച് ആളുകൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം വളരെ മോശമായിട്ടായിരുന്നു ആ പരിപാടിയൊക്കെ ചെയ്തത്. അതിനോട് നമുക്കൊരു രീതിയിൽ യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ഫോട്ടോയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അത് വേലക്കാരിയുടെ മോളാണോ അമ്മാവന്റെ, ഇതൊന്നും നമുക്കറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ പറയാൻ നിൽക്കാതിരിക്കുക. അത് കറങ്ങി തിരിഞ്ഞത് ഇതേപോലെ ഭീഷണിയൊക്കെ ആയിട്ട് കലിപ്പായിട്ട് വരും. പിന്നെ ഈ ഒരു വിഷയത്തിൽ ബാലചന്ദ്രന്റെ കൂടെ കാണിച്ചു നോക്കിയ ചേട്ടന്റെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചേട്ടൻ പറഞ്ഞെങ്കിൽ പോലും ഭീഷണി, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഭീഷണിപ്പെടുത്തുക, ഭാര്യയുടെ അച്ഛൻ മറ്റ് അങ്ങനെ, അതൊക്കെ പറയുന്നത് ലിറ്ററലി അതൊരു മണ്ടത്തരമാണ് ചേട്ടാ. ഇതിപ്പോ ആർക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ചേട്ടൻ കുടുങ്ങും. അത് ചേട്ടൻ ഒന്ന് ആലോചിച്ചോണം. ഈ പച്ച ഭീഷണിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.